ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റീഡിംഗ് ആണ്. ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഏഞ്ചൽ സയൻസ് കാണുന്നതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒത്തിരി പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് വീഡിയോ അങ്ങനെ അത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത്, നിങ്ങളിൽ പലരും ഒരു ഏഞ്ചൽ സയൻസ് ഒക്കെ കാണുന്നുണ്ടാകാം. അതായത് ബട്ടർഫ്ലൈ സയൻസ്, റെയിൻബോ സയൻസ് ഒക്കെ കാണുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഡിവൈൻ നമ്പേഴ്സ്, അതുപോലെ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടാകാം. ഒരു സ്പെസിഫിക് പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ മറ്റ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ടും മാനിഫെസ്റ്റേഷനുകൾ ചെയ്യുന്നവർ ഉണ്ടാകാം. അപ്പോൾ കൂടുതൽ പേർക്കും ഇത്തരം മാനിഫെസ്റ്റേഷനുകൾ ചെയ്യുന്നവർക്കാണ് ഏഞ്ചൽ സയൻസ് കാണാനായിട്ടുള്ള കൂടുതൽ സാധ്യത കാണുന്നത്. പിന്നെ സ്പിരിച്വലി കണക്റ്റായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺസൊക്കെ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു ഏഞ്ചൽ സയൻസ് കാണുന്നുണ്ടാകാം. അപ്പം ആദ്യമായി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ബട്ടർഫ്ലൈ സയൻസിനെ കുറിച്ചാണ്. അപ്പോൾ ബട്ടർഫ്ലൈ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പേരും ഈ ഒരു വൈറ്റ് ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ ബ്ലൂ കളർ, യെല്ലോ, ഓറഞ്ച് അങ്ങനെയുള്ള ഒരു കളേഴ്സിലുള്ള ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുന്നുണ്ടാകാം. അപ്പോൾ ബട്ടർഫ്ലൈസിൻ്റെ ലൈഫ് സർക്കിള് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അവർ ഒത്തിരി മാറ്റങ്ങളിലൂടെ വന്നതിന് ശേഷമാണ് ഈ ഒരു മനോഹരമായ ബട്ടർഫ്ലൈ ആയി മാറുന്നത്. അപ്പോൾ അതായത് നിങ്ങൾ ഈ ഒരു ബട്ടർഫ്ലൈസിനെ കാണുന്നുവെങ്കിൽ അതിൻ്റെ ശരിയായ മീനിങ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോകുന്നു, വലിയൊരു മാറ്റം വരാനായിട്ട് പോകുന്നു. അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. മേ ബി നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരിക്കാം, ഒരു സ്ട്രഗിൾ സിറ്റുവേഷനിലായിരിക്കാം, ഒരു ജോബിന് വേണ്ടി ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നവരായിരിക്കാം. ഇത്തരം കാര്യങ്ങൾക്ക് ഒരു മാറ്റം ഉടനെ വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ഏഞ്ചൽ സൈനാണ് ബട്ടർഫ്ലൈസിനെ കാണുന്നത്. അപ്പോൾ വളരെ പുരാതന കാലം മുതലേ ഒരു ലോ ഓഫ് അട്രാക്ഷനിലും മറ്റുമൊക്കെ ഇതിനെക്കുറിച്ച് ഉള്ള വിശ്വാസങ്ങൾ നിലനിന്ന് പോന്നിരുന്നു. പലർക്കും ഇത്തരം കാര്യങ്ങളിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയതായിട്ടും കാണുന്നുണ്ട്. ചില ആളുകൾ 2 ബട്ടർഫ്ലൈസിനെ ഒരുമിച്ച് കാണുന്നതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അത് ചിലവർക്ക് ഒരു മാരേജ് ലക്കിനെ സൂചിപ്പിക്കുന്നു, ആ ഒരു 2 ബട്ടർഫ്ലൈസിനെ ഒരുമിച്ച് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സെപ്പറേറ്റഡ് ആയിരിക്കുന്നവരാണെങ്കിൽ എത്രയും വേഗം അവരുടെ ലൈഫിൽ ഒരു റീയൂണിയൻ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നതിനെയാണ് ഇങ്ങനെയുള്ള ആളുകൾ 2 ബട്ടർഫ്ലൈസ് ഒരുമിച്ച് കാണുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റെയിൻബോസ് കാണുന്നത്, പിന്നെ നമുക്ക് വരുന്നത് റെയിൻബോ സയൻസ് ആണ്. ഒരു പ്രതീക്ഷയുടെ അല്ലെങ്കിൽ ഒരു പ്രത്യാശയുടെ സൈനായിട്ടാണ് റെയിൻബോയെ നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അതുപോലെ അത് വളരെ പോസിറ്റീവ് സൈനായിട്ട് കണക്കാക്കപ്പെടുന്നു. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ മനോഹരമായ നിമിഷങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഏഞ്ചൽ സൈനായിട്ടാണ് റെയിൻബോസിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഏഞ്ചൽ നമ്പർ അല്ലെങ്കിൽ ഡിവൈൻ നമ്പേഴ്സിനെ കുറിച്ച് പറയാം. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതും പോകുന്നതുമായിട്ടുള്ള ഒരു സൈനാണ് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നത്. എന്തെങ്കിലും വളരെ ഡീപ്പായിട്ടുള്ള ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരു വിഷ് നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളാണ് കൂടുതലായിട്ട് ഈ ഒരു ഡിവൈൻ നമ്പേഴ്സ് കാണാനുള്ള സാധ്യതയുള്ളത്. മാനിഫെസ്റ്റേഷൻ ഏതെങ്കിലും രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുകൾ കണ്ടിന്യൂ ചെയ്യുക എന്നാണ് ഈ ഒരു ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. ഇവിടെക്കുറിച്ച് ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ മീനിങ് ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും അതിനെക്കുറിച്ച്. ഒത്തിരി ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ വളരെ കുറച്ച് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്താണ് ഏഞ്ചൽ നമ്പർ, അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ റീഡിങ്ങിലും പലപ്പോഴും ഈ 11 അല്ലെങ്കിൽ 222, 555 ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പിന്നെ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് അതെന്താണ് മാഡം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ
നമ്മൾ 1111 എന്ന് പറയുന്ന ഒരു നമ്പർ കാണുകയാണെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ 333 കാണുകയാണെങ്കിൽ 333 എന്നിങ്ങനെ 3 3കൾ അടുപ്പിച്ച് കാണുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ സംരക്ഷണത്തിലാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടുള്ളതാണ് എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ 555 നമ്മുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. നമ്മൾ 555 എന്ന് പറയുന്ന നമ്പർ തുടർച്ചയായിട്ട് കാണുകയാണെങ്കിൽ ഏഞ്ചൽ നമ്പറിൻ്റെ ഒരു സൂചന അതാണ്, വലിയൊരു മാറ്റം വരാൻ പോകുന്നു ലൈഫിൽ എന്നതിൻ്റെയാണ്. അതുപോലെ തന്നെ 777 ഒരു വലിയ സ്പിരിച്വൽ അതായത് ഏഞ്ചൽ നമ്പറായിട്ട് കാണുന്ന ഒരു നമ്പറാണിത്. ഈ ഒരു 777 അതായത് നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് കിട്ടുന്നു, ഡിവൈനുമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻ നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നു, നിങ്ങളുടെ എഫേർട്ടിന് ഒരു ഫലം ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൈനായിട്ടാണ് 777 നമ്മൾ കണക്കാക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കുന്നത് ഒരു 222 ആണ് ഇപ്പോൾ വരുന്നതെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം ശരിയാണ് എന്നുള്ള ഒരു സൂചനയാണ് അവിടെ കിട്ടുന്നത്. ഇനി അത് ശരിയാണോ അല്ലെങ്കിൽ ഫേക്കാണോ റിയൽ ആണോ എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് തോന്നുന്ന കാര്യം വളരെ ശരിയാണ് എന്ന് ഏഞ്ചൽസ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ ഒരു 222 കാണുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കൂടാതെ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട്, അതിനെല്ലാം അതിൻ്റേതായ ഒരു മീനിങ്ങുകളും ഉണ്ട്. ഏഞ്ചൽ സൈൻസും ഒരുപാടുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഏതെങ്കിലും ഒരു നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് എൻ്റെ ചെറിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഇവിടെ നിങ്ങളുമായിട്ട് ഈ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക. അതുപോലെ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അത് വിട്ടേക്കുക. ഈ ഒരു വീഡിയോ പലർക്കും ഒരു ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന ഏത് ഏഞ്ചൽ നമ്പേഴ്സ് ആണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ മീനിങ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.